മോഷണ ബൈക്കുമായി കറങ്ങി നടന്ന് യാത്രക്കാരുടെ മാല പൊട്ടിക്കൽ ഉൾപ്പെടെ 30ഓളം ക്രിമിനൽ കേസുകളുടെ പ്രതികൾ പിടിയിൽ. അഞ്ചാലമൂട് സരിത ഭവനിൽ പ്രവീൺ, കൊല്ലം ജവഹർ ജംഗ്ഷനിൽ 25 വയസ്സുള്ള മുഹമ്മദ് താരിഖ് എന്നിവരാണ് പിടിയിലായത്. പിടിയിലായ മുഹമ്മദ് താരിഖ് 30ഓളം കേസുകളിൽ പ്രതിയാണ്. കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് SCPO ഷെഫീഖിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ ചടയമംഗലം പോലീസ് പിടികൂടുകയായിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ 13-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊല്ലം ആയൂർ അകമണ്ണിലുള്ള കാർ ഫാഷൻസ് ആക്സസറീസ് എന്ന കടയുടെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന പൾസർ ബൈക്കാണ് മോഷണം പോയത്. ഇതുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്തുള്ള പ്രതികളുടെ വീട്ടിലെത്തുകയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ പ്രതികളിൽ ഒരാളുടെ കൈക്ക് പരിക്ക് പറ്റിയതായി കണ്ടെത്തുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ 1.5 മാസത്തിനു മുൻപ് ബൈക്ക് ഓടിച്ച അപകടത്തിൽപ്പെടുകയും അപകടത്തിൽപ്പെട്ട ബൈക്ക് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഉള്ളതായി വിവരം പോലീസിനോട് പറയുകയും ചെയ്തു. തുടർന്ന് കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് കണ്ണനല്ലൂർ പോലീസുമായി ബന്ധപ്പെട്ടു. കണ്ണനല്ലൂർ പോലീസ് ബൈക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും വാഹനത്തിന്റെ നമ്പരും എഞ്ചിൻ നമ്പറും ഉപയോഗിച്ച് ആയൂരിൽ കാർ ആക്സസറി ഷോപ്പ് നടത്തുന്ന എഴുകോൺ സ്വദേശിയായ ബൈജുവിനെ ബന്ധപ്പെട്ടു. തുടർന്നാണ് ആയൂരിൽ നിന്ന് മോഷണം പോയ പൾസർ ബൈക്കാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പോലീസിനെ വിവരം അറിയിക്കുകയും ചടയമംഗലം പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു. പ്രതികളെ ആയൂരിലെ ഷോപ്പിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ജൂൺ 13-ാം തീയതി നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ വെച്ചിരുന്ന വാഹനം മോഷ്ടാക്കൾ അടിച്ചുകൊണ്ട് പോവുകയും ഇന്ന് രാവിലെ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരികയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാവിലെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ വാഹനമാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അവർ ചടയമംഗലം സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയും ഇവിടെ ഒന്ന് മൊഴിയെടുപ്പ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. CI സുനീഷ്, SI മോനിഷ്, SI ദിലീപ്, ASI ഫ്രാങ്ക്ലിൻ, വേണു, ഉല്ലാസ്, ജോബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്.